ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. രാവിലെ തന്നെ കാർഡൊക്കെ സ്വൈപ്പ് ചെയ്ത് എങ്ങോട്ടേക്കായിരിക്കും എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കണത്. വേറെ എങ്ങോട്ടേക്കുമല്ല, മാൾട്ടയിലെ ഒരു ഷോപ്പിംഗ് പ്ലേസിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ചേച്ചിയുടെ വീഡിയോ നോക്കടി എന്ന് പറഞ്ഞിട്ട് അവൾ നോക്കണ പോലും ഇല്ല. നമ്മൾ വേറെ എങ്ങോട്ടേക്കുമല്ല പോകുന്നത്, മാൾട്ടയിലെ മാർസാലോക്ക് എന്ന് പറയുന്ന പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ടെലിഞ്ച കാർഡ് യൂസ് ചെയ്ത് നമുക്ക് എവിടെ വേണേലും പോകാം കേട്ടോ. മാർസാലോക്ക് എന്ന് പറയുന്നത് മാൾട്ടയിലെ ഒരു ചെറിയ തീരപ്രദേശ ഗ്രാമമാണ്. ഈ മാർസാലോക്ക് എന്ന വാക്ക് ആദ്യം കേട്ടപ്പം എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പോലും അറിയത്തില്ലായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചു ആരാണ് ഈ പേരിട്ടതെന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഇതൊരു അറബിക് പേരാണ്. ഈ പ്ലേസിൻ്റെ മീനിങ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ കിഴക്കൻ തുറമുഖം എന്നാണ് മലയാളത്തിൽ വരുന്നത്. മാർസാലോക്ക് എപ്പോഴും ഒരു പ്രധാന മത്സ്യബന്ധന കേന്ദ്രമായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടം. പുരാതന കാലങ്ങളിൽ മുതൽ തന്നെ ഇവിടുത്തെ നാട്ടുകാർ മത്സ്യബന്ധനത്തിന് പോയി മത്സ്യം കൊണ്ടുവന്ന് അത് നാട്ടിൽ തന്നെ വിൽക്കുമായിരുന്നു. ഇപ്പോഴും ഇവിടെ മെയിൻ അട്രാക്ഷൻ മത്സ്യങ്ങൾ തന്നെയാണ്. ഫിഷല്ലേ നമ്മുടെ മെയിൻ. ഇവിടെ ഫിഷ് മാത്രമല്ല, ഒരുപാട് സ്വീറ്റ്സും ഉണ്ട്. അതെല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഈ ബോട്ടുകൾ കണ്ടോ? ഈ ബോട്ടുകൾക്കൊരു പേരുണ്ട്. അറിയാമോ നിങ്ങൾക്ക് എന്നാന്ന്? ലൂസു എന്നാണ് ഈ ബോട്ടിനെ ഇവിടുത്തെയുള്ള ഹാർബറിലെ ആൾക്കാർ വിളിക്കുന്നത്. ഈ ഹാർബർ ബോട്ടുകൾ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ കൂടെയാണ്. എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് തോന്നിയത്. ഈ മാർക്കറ്റ് പ്രധാനമായും ഓപ്പൺ ചെയ്യുന്നത് സൺഡേസിലാണ്. അതിന് പിന്നിലൊരു കഥയുണ്ട്. ഈ മാർക്കറ്റിൻ്റെ രൂപവൽക്കരണം എങ്ങനെയാണെന്നറിയണ്ടേ? ഈ മാർക്കറ്റിൻ്റെ ചുറ്റിലും ആരംഭിച്ച ഫിഷ് മാർക്കറ്റാണ് പ്രധാനമായും സൺഡേസിൽ നടക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ സൺഡേ മാർക്കറ്റ് എന്ന പേര് കൂടെ വന്നത്. സൺഡേസിൽ ആരംഭിച്ച ഈ മാർസാലോക്ക് ഹാർബറിൻ്റെ ചുറ്റിലും ആരംഭിച്ച ഫിഷ് മാർക്കറ്റ് അന്നും ഇന്നും എപ്പോഴും ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഫിഷസ് മാത്രമല്ല, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ഉണ്ടായിരുന്നു. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. ഞങ്ങളും വാങ്ങിച്ചു കുറേയധികം ഐറ്റംസ്. സൺഡേസിൽ അതിരാവിലെ തന്നെ വന്നാലേ നമുക്ക് നല്ല വിലക്കുറവിൽ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റൂ. കാരണം ഇവിടെ 12 മണി വരെ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവരെല്ലാ സാധനങ്ങളുമായിട്ട് പോകും. പിന്നെ നമുക്ക് അധികം ടൈമും ഇല്ല. ഒരുപാട് പ്രദേശമുണ്ട് ഇവിടെ നമുക്ക് ചുറ്റി നടന്ന് കാണാൻ വേണ്ടി. എല്ലാം കവർ ചെയ്ത് വരുമ്പം തന്നെ 12 മണി അടുത്താവും. നടന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ക്ഷീണിച്ചു. ഇവിടെ മെയിൻ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഇവർ എന്തൊരു സാധനവും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. ടേസ്റ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ അവിടെ വെച്ചിരിക്കും, അല്ലെങ്കിൽ അവർ തരും. അവിടെ ഓസിന് കിട്ടിയതല്ലേ എന്നോർത്ത് അവിടെ കിട്ടിയ ഒരു സാധനം എടുത്ത് ഞാനും ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മെയിൻ അട്രാക്ഷനായ ക്യൂട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഫസ്റ്റ് സാലറി കിട്ടുമ്പം ഈ സാധനം വാങ്ങുമെന്നുള്ളത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു ഈ സംഭവം. അത് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടെ കണ്ട് എനിക്കിഷ്ടപ്പെട്ടതെല്ലാം വെച്ച് ഞാൻ ഫോട്ടോസ് എടുത്തു. ഞാൻ ഒന്നിനും തന്നെ വെറുതെ വിട്ടിട്ടില്ലായിരുന്നു. മാൾട്ടയിലുള്ള ഒട്ടനവധി എല്ലാവരും തന്നെ ഈ മാർക്കറ്റിൽ വരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ അത്രയും തിരക്കായിരുന്നു ഞാൻ കണ്ടിരുന്നത്. മാൾട്ടയിലെ ഈ മാർക്കറ്റിനെ കുറിച്ച് എനിക്കറിയാവുന്ന ഐഡിയാസിനേക്കാളും കൂടുതൽ വേറെ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ എന്നോട് പറയാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. കേട്ടല്ലോ? നല്ല വിലക്കുറവിലും അതുപോലെ തന്നെ നല്ല സാധനങ്ങളും കിട്ടുമെന്നറിഞ്ഞാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ സൺഡേ മാർക്കറ്റിലെത്തിയത്. മെയിനായിട്ട് ഫിഷസ്. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിലും അതുപോലെ തന്നെ നല്ല ഫിഷസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ ചേട്ടൻ ഇവിടെ എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എനിക്ക് എന്താണെന്ന് പോലും മനസ്സിലായില്ല. പക്ഷെ അവസാനം പറഞ്ഞ ഇതിന് എത്ര രൂപയാവുമെന്ന് പറഞ്ഞത് മാത്രം എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയത് ഇതായിരുന്നു. കാരണം ഇത് ഒറിജിനൽ ഫ്ലവേഴ്സ് പ്രിസർവ് ചെയ്ത് ഓർണമെൻറ്റ്സ് ആക്കി വിൽക്കുന്നതായിരുന്നു. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. 5 യൂറോസ്, 8 യൂറോസ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിരുന്നത്. ശരിക്കുള്ള ഫ്ലവേഴ്സ് ആണോ എന്ന് തന്നെ ഡൗട്ട് തോന്നി. കൊച്ചത് വിട്ടില്ല. കൊച്ചതെടുത്ത് നോക്കി അവിടെ എവിടെയും വെച്ച് നോക്കി. പിന്നെ പാവകൾ എന്നും നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ. കണ്ട ക്യൂട്ട് സാധനങ്ങളെല്ലാം വെച്ച് ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. അപ്പം നിങ്ങൾ ആ ഫോട്ടോസൊക്കെ കണ്ടിട്ട് വാ. ലാസ്റ്റ് ഈ ഫുഡ് സ്റ്റോൾ കണ്ടപ്പോഴാണ് ഞങ്ങൾക്കൊരു സമാധാനമായത്. പക്ഷെ ഒന്നും വാങ്ങിയില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.